ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്യൂച്ചർ വിത്ത് ഹെർബ ലൈഫ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ എൻ്റെ കണ്ടു കാണാം. ഇന്ന് ഈ ഒരു കമ്പനി, ഹെർബ ലൈഫ് എന്നൊരു കമ്പനി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കമ്പനിയാണോ? ഇതിൽ വല്ല വിജയ സാധ്യതയുണ്ടോ? നിങ്ങൾ കറക്റ്റ് റൂട്ടിലാണോ പോകുന്നത്? നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു കമ്പനിയാണോ തിരഞ്ഞെടുത്തത്? അതൊരു കഥയിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ യൂസ് ചെയ്യുന്നത്. പണ്ട് ആരുടെ കയ്യിലും പൈസ ഇല്ലാത്ത സമയത്ത് ഒരു വ്യക്തിൻ്റെ കയ്യിൽ മാത്രം കോടിക്കണക്കിന് പൈസ ഇല്ല. ആ വ്യക്തിൻ്റെ അടുത്ത് മാത്രം ഒരുപാട് കോടികളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ബുക്ക് എഴുതി. ആ ബുക്ക് എഴുതിയത് എന്താ വെച്ചാൽ, ആരൊക്കെ, ഏതൊരു മനുഷ്യനായിക്കോട്ടെ, ആരൊക്കെ ഒരു 6 പോയിൻ്റ് ഫോളോ ചെയ്യുന്നോ അവരെല്ലാം കോടീശ്വരനാകാം. അതായത് ഏത് വ്യക്തി ആ 6 പോയിൻ്റ് ഫോളോ ചെയ്യുന്നോ അവർക്കെല്ലാം എന്താകാം? കോടീശ്വരനാകാം. സോ ആ വ്യക്തിയുടെ പേര് ജയ്പോൾ ഗെട്ടി എന്നായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് പോയിന്റ് എഴുതിയത് നോ ജോബ് എന്നാണ്. ഒരു വിചിത്രമായ പോയിന്റ് അല്ലേ? പലർക്കും ഇത് എന്താ എഴുതിയിരിക്കുന്നത് വിചാരിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ നമ്മളെല്ലാം മക്കളെ പഠിപ്പിക്കുന്നതോ ചെറുപ്പം മുതൽ പറഞ്ഞ് വലുതാക്കുന്നത് എന്താ? നന്നായി പഠിക്കുക, നല്ല ജോലി വാങ്ങുക. ഇതന്നെയല്ലേ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ആ ബുക്കിൽ എഴുതിയ പോയിന്റ് നമ്മൾ ചിന്തിച്ചതിൻ്റെ വിപരീതമാണ്. നോ ജോബ്. ഇഫ് യു വോണ്ട് ടു റിച്ച്, നിങ്ങൾക്ക് സമ്പന്നാകണം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോ ജോബ്. എന്താ ജോബ് എന്ന് പറഞ്ഞാൽ? JOB, ജോയിനിങ് അതേഴ്സ് ബിസിനസ്. അല്ലെങ്കിൽ നമ്മൾ തമാശക്കൊക്കെ പറയും ജസ്റ്റ് ഒബേ ബോസ് എന്നൊക്കെ പറയാം. അപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിച്ച് ആണെങ്കിൽ നോ ജോബ്. സെക്കൻഡ് പോയിന്റ്, ബിസിനസ് യുവർ ഓൺ. സ്വന്തമായിട്ടുള്ള ബിസിനസ് ചെയ്യുക. ബിസിനസ് യുവർ ഓൺ. സ്വന്തമായിട്ടുള്ള ബിസിനസ് ചെയ്യണം. ആരാൻ്റെ ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പ് എടുക്കുകയല്ല, സ്വന്തമായിട്ടുള്ള ബിസിനസ് ചെയ്യണം. തേർഡ് പോയിന്റ്, ട്രേഡ് വിത്ത് ട്രെൻഡ്. ട്രേഡ് വിത്ത് ട്രെൻഡ്, അതായത് ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ബിസിനസ് ചെയ്യണം. ശരിയല്ലേ? ഇപ്പോൾ അക്ഷയ്ക്ക് ലോട്ടറി കെട്ടി വയ്ക്കുക, ഒരു കോടി. അക്ഷയ് പാലക്കാട് ടൗണിൽ വലിയൊരു മാള് നോക്കിയെടുത്തിട്ട്, ഒരു കടയെടുത്തിട്ട്, ടൈപ്പ് റൈറ്റിംഗ് മെഷീനില്ലേ, അതിൻ്റെ കടയിട്ടു. വിജയിക്കുമോ? വിജയിക്കില്ല. കാരണം എന്താ? കാരണം ഇന്നത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ബിസിനസ് അല്ലാതെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. ട്രേഡ് വിത്ത് ട്രെൻഡിനനുസരിച്ചുള്ള ബിസിനസ് ചെയ്യണം. നാലാമത്തെ പോയിന്റ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ചെയ്യണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ബിസിനസ് അല്ല ചെയ്യേണ്ടത്, ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾ വേണം. ഫോർ എക്സാമ്പിൾ ടാറ്റ എടുക്കാം. ടാറ്റ എന്താ ചെയ്യുന്നത്? ടാറ്റ ഇരുമ്പിൽ വീക്കായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വണ്ടിയിൽ ഫെയിലർ ആയാൽ ഇരുമ്പിൽ പിടിക്കും. ഇരുമ്പിൽ ഫെയിലർ ആയാൽ ചായപ്പൊടിയിൽ പിടിക്കും. ചായപ്പൊടിയിൽ ഫെയിലർ ആയാൽ ഉപ്പിൽ പിടിക്കും. മനസ്സിലായില്ലേ? അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്സ് ഉള്ള ബിസിനസ് വേണം. നാലാമത്തെ പോയിന്റ്, ഡൈവേഴ്സിറ്റി യുവർ ബിസിനസ് സോഴ്സസ്. അതായത് നിങ്ങളുടെ ബിസിനസ്സിന് എന്ത് ചെയ്യണം? ഡൈവേഴ്സിറ്റി ചെയ്യണം. ഒരേയൊരു ഫ്രാഞ്ചൈസി കൊടുക്കണം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഒരേയൊരു ശാഖ പാടില്ല, ഡൈവേഴ്സിറ്റി ചെയ്യണം. ഇവിടെ നമ്മൾ കണ്ടില്ലേ, SBI എത്ര ഉണ്ട് ഇന്ത്യയിൽ? ഒരുപാടുണ്ട് അല്ലേ? ഏതൊക്കെ റിച്ചസ്റ്റ് മാൻ നോക്കിയാൽ എന്ത് കാണാം? അവർക്ക് ഒരുപാട് ഫ്രാഞ്ചൈസികളുണ്ടാവും. റിലയൻസിൻ്റെ ഷോപ്പ് എത്ര ഉണ്ട്? ഒരുപാടുണ്ട് അല്ലേ? ഫോർ എക്സാമ്പിൾ, അങ്ങനെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം, ഡൈവേഴ്സിറ്റി ചെയ്യണം. മനസ്സിലാവുണ്ടോ? നമ്മുടെ നാട്ടിൽ പാല് വെക്കാൻ വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഡെയിലി ആ ചോറ്റുപാത്രം പിടിച്ചിട്ട് പാല് വെക്കാൻ വരുന്നുണ്ടാവും. അവരെന്തെങ്കിലും പണക്കാരനാവുന്നുണ്ടാവും? ഇതേ പാലല്ലേ മിൽമേഞ്ച് വിൽക്കുന്നത്. അവരെങ്ങനെയാണ് റിച്ചസ്റ്റ് ആകുന്നത്? അവർക്കെല്ലാം നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ നാട്ടിൽ വീട്ടിൻ്റെ മുറ്റത്തിൽ ഉന്തുവണ്ടി കൊണ്ട് പച്ചക്കറി പറഞ്ഞിട്ട് വരുന്നുണ്ടാവും. ശരിയല്ലേ? അവർ റിച്ചാകുന്ന കണ്ടിട്ടുണ്ടോ? വൈ? ഇതേ പണിയല്ലേ റിലയൻസ് ഫ്രഷ് ചെയ്യുന്നത്? അവരെങ്ങനെ റിച്ച് ആകുന്നത്?
അവർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഡൈവേഴ്സിറ്റി യുവർ ബിസിനസ് സോഴ്സസ്. 5-ാമത്തെ പോയിന്റ് 6-ാമത്തെ പോയിന്റ് ഹെൽപ്പ് അതർ ടു സക്സീഡ് ദെൻ യു സക്സീഡ് എന്നാണ്. ദെൻ യു സക്സീഡ്, അതായത് മറ്റുള്ളവരെ ഹെൽപ്പ് അതർ ടു സക്സീഡ് ദെൻ യു സക്സീഡ്. മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, സ്വന്തം വിജയിക്കും. മനസ്സിലായോ? മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. അപ്പോൾ ഈ പോയിൻ്റെല്ലാം കണ്ട ഒരു മഹാൻ വ്യക്തി, ഒരു പട്ടാളക്കാരൻ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിന് സക്സസ് ആകണം. അദ്ദേഹം എന്ത് ചെയ്തു? ഫസ്റ്റ് പോയിന്റ് അനുസരിച്ചു. ആ ബുക്ക് വായിച്ച് ഇൻസ്പയർ ആയിട്ട് ഫസ്റ്റ് എന്താണ്? നോ ജോബ്. അയാൾ ജോബ് ക്വിറ്റ് ചെയ്തു, പട്ടാളത്തിൽ നിന്ന് വേണ്ട വെച്ച് ക്വിറ്റ് ചെയ്തു. സെക്കൻഡ് നോക്കുമ്പോൾ ബിസിനസ് യുവർ ഓൺ, ബിസിനസ് സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ട്രേഡ് വിത്ത് ട്രെൻഡ്, അന്നത്തെ ട്രെൻഡിനനുസരിച്ചുള്ള ബിസിനസ് ചെയ്യണം. അദ്ദേഹം നോക്കുമ്പോൾ അമേരിക്കയിലാണ് അദ്ദേഹം. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഫാസ്റ്റ് ഫുഡ് നന്നായി പോകുന്നു. അന്നത്തെ ട്രെൻഡ് എന്തായിരുന്നു? ഫാസ്റ്റ് ഫുഡ്. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഷോപ്പ് ഇട്ടു. ഒരു ഷോപ്പ് ഇട്ടിട്ട് ട്രെൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റും പല ബർഗർ അങ്ങനെ പല പ്രോഡക്റ്റും വെച്ചു. അടിപൊളി കച്ചവടം. അപ്പോൾ ഈ പോയിന്റ് അനുസരിക്കേണ്ട ഡൈവേഴ്സിറ്റി യുവർ ബിസിനസ് എന്ത് ചെയ്യണം? നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം. അടുത്തൊരു ശാഖ തുടങ്ങണം. ഇദ്ദേഹം തൊട്ടപ്പുറത്തൊരു ശാഖ ഇട്ടു. ജെയിംസ് പറഞ്ഞ കൂട്ടുകാരനോടെന്ന് പറഞ്ഞു, കൂട്ടുകാരെ നീ ഈ കട എടുത്തോ, എടാ നിങ്ങൾ നടക്ക് എന്നിട്ട് നോക്കാൻ ഏൽപ്പിച്ചു. ഇവിടെയാണ് അദ്ദേഹത്തിന് ഒരു പ്രശ്നം സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ കടയിൽ നിൽക്കുമ്പോൾ ഇവിടെ കള്ളത്തരം നടക്കും, പൈസ വെട്ടിക്കൽ, അല്ലേ, തട്ടിപ്പ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ ഈ കടയിൽ പ്രശ്നം. ഇയാൾ ആകെ മാനസികമായി തളർന്ന ശേഷം ഈ ബുക്ക് എഴുതിയ വ്യക്തിയുടെ പോയി ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, നിങ്ങളല്ലേ ഈ 6 പോയിന്റും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ രക്ഷപ്പെടാമെന്ന് കോടീശ്വരനാകാമെന്ന്, ഇവിടെ ഇങ്ങനത്തെ പ്രശ്നമാണല്ലോ വരുന്നത് പറയുമ്പോൾ അദ്ദേഹം പറയും, ബുക്ക് എഴുതിയ വ്യക്തി പറയും, മോനെ നീ 6-ാമത്തെ പോയിന്റ് നന്നായി വായിക്കൂ. അദ്ദേഹം വായിച്ചു. അദ്ദേഹത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം നേരെ പോയി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ കടയിൽ നിന്ന് നേരെ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, മോനെ ഫ്രണ്ട് നീ ഈ കട എടുത്തോ, എന്ത് ചെയ്യണം? ഇത്ര ശതമാനം നീ എടുത്തോ, എനിക്ക് ഇത്ര ശതമാനം മതി. മനസ്സിലാകണ്ടോ? കാർത്തികയാണെങ്കിൽ എത്ര ശതമാനം ചോദിക്കും? 50, അല്ലേ? 50%. അക്ഷയ അത്രയല്ലേ ചോദിക്കുക? സ്വാഭാവികമാണ് അല്ലേ? പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് 96% നീ എടുത്തോ, എനിക്ക് എത്ര മതി? 4% മതി. അപ്പം നാട്ടുകാരെന്ത് പറയും? ഇയാൾക്ക് ഭ്രാന്തിളകി. സ്വാഭാവികമായിട്ട് എന്ത് പറഞ്ഞു? ഇയാൾക്ക് ഭ്രാന്തിളകി. ഒരു അടുത്ത കട ഇട്ടു. സിസ്റ്ററായിട്ടുള്ള ലില്ലിക്കൊരു കട ഇട്ട് കൊടുത്തു. ലില്ലി മോളെ നീയും 96% എടുത്തോ, 4% മതി. ഭ്രാന്തനല്ലേ? അദ്ദേഹം ഭ്രാന്തനാണ് അല്ലേ? ഇയാൾ ഭ്രാന്തനായതുകൊണ്ട് തന്നെ ആൾക്കാർ എനിക്കൊരു കട വന്നുകൊണ്ടേയിരുന്നു. ഇദ്ദേഹം വേറെ ആരുമില്ല. ഇന്ന് നമ്മളെല്ലാം മാക്ഡൊണാൾഡ് കേട്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും അതിൻ്റെ പോയിട്ട് ബർഗറും കഴിച്ചിട്ടുണ്ടാവും. ആ മാക്ഡൊണാൾഡിൻ്റെ സ്റ്റോറിയാണത്. മനസ്സിലാവുണ്ടോ? ഇന്ന് എവരി 3/4 മണിക്കൂറിലും 45 മിനിറ്റ്സിലും ഒരു കട ഓരോരുത്തർ വാങ്ങുന്നു. എന്തുകൊണ്ടാണ്? ഭ്രാന്തനായതുകൊണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഇദ്ദേഹത്തിന് 96 ഉണ്ടാവും. 4 വെച്ചിട്ട് 10,000 കണക്കിന് അവിടെ നിന്ന് 4% വരുന്നുണ്ട്. ഇത് മനസ്സിലാക്കണം. എന്ത്? ഹെർബാ ലൈഫ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കഥയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് ഈ കഥയൊക്കെ നന്നായിട്ടുണ്ട് സാറേ, ഇത് ഹെർബാ ലൈഫിൽ തമ്മിൽ എന്താ ബന്ധം എന്നല്ലേ? ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക. ഇവിടെ ഹെർബാ ലൈഫിന്ന് ഇവിടെ എന്താണ്? ഹെർബാ ലൈഫ് കമ്പനിയും ഈ പോയിന്റുമായിട്ട് മാച്ച് ചെയ്യണ്ടോ എന്ന് നോക്കുക. നോ ജോബ് അല്ലേ? ഫസ്റ്റ് പോയിന്റ്. ഹെർബാ ലൈഫ് ജോബാണോ?
ജോയിനിങ് അതേഴ്സ് ബിസിനസ്സാണോ? അല്ല, ഇൻഡിവിജ്വൽ ബിസിനസ്സാണ്. IBO, ഇൻഡിപെൻഡൻസ് ബിസിനസ് ഓണറാണ് ഓരോ വ്യക്തികളും. ബിസിനസ് യുവർ ഓൺ, രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് മാച്ചായോ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ബിസിനസ് യുവർ ഓൺ. സ്വന്തം ബിസിനസ് ആണോ? എൻ്റെ ബിസിനസ് അല്ലേ? എൻ്റെ ബിസിനസ് ആണോ? രതീഷ് ഏട്ടൻ്റെ ബിസിനസ് അല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അല്ലേ? നിങ്ങളുടെയാണോ? നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസ്സാണ്. ഇവിടെ ആരും നിങ്ങളെ ഭരിക്കാൻ ബോസില്ല. നിങ്ങളെ ഭരിക്കാൻ ആരില്ല? ബോസില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ചെയ്യാം, ഇനി അടുത്ത വർഷം ചെയ്യണമെങ്കിൽ അടുത്ത വർഷം ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ചെയ്യാം. ഇവിടെ ആരും എന്ത് ചെയ്തില്ല, എന്തുകൊണ്ട് ചെയ്തില്ല പറയാൻ ആരുമില്ല. ഇത് നിങ്ങളുടെ ഓൺ ബിസിനസ്സാണ്. നിങ്ങളെപ്പോൾ ഒരു ഐഡിയ എടുത്തോ ഹെർബാ ലൈഫിൽ, ഇറ്റ്സ് യുവർ ബിസിനസ് ഓൺലി. മനസ്സിലായോ? സോ രണ്ടാമത്തെ പോയിന്റ് മാച്ച് ചെയ്യുന്നുണ്ട്. ട്രേഡ് വിത്ത് ട്രെൻഡ്. ട്രെൻഡിനനുസരിച്ചുള്ള ബിസിനസ് ആണത്? ആണോ? എന്തുകൊണ്ടാണ് ട്രെൻഡിന് അനുസരിച്ചുള്ള ബിസിനസ് എന്ന് പറയുന്നത് വെച്ചാൽ, നമുക്കറിയാം 60-80 കാലഘട്ടങ്ങളിൽ എന്ത് യുഗമായിരുന്നു? കാർഷിക യുഗമായിരുന്നു. അന്ന് എല്ലാവരും എന്തായിരുന്നു? ഒരുപാട് കൃഷി ഉണ്ടെങ്കിൽ അവർക്ക് വാല്യൂ കിട്ടിയിരുന്നു. അതിനുശേഷം എന്ത് വന്നു? ഓട്ടോമൊബൈൽ റെവല്യൂഷൻ വന്നു. അതിനുശേഷം വന്നാണ് IT റെവല്യൂഷൻ. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റെവല്യൂഷൻ്റെ പേരാണ് വെൽനസ് റെവല്യൂഷൻ. എന്താണ് വെൽനസ് റെവല്യൂഷൻ? സൗഖ്യ വിപ്ലവം. സൗഖ്യ വിപ്ലവത്തിൻ്റെ ഭാഗമാണ് ഇതെല്ലാം. മനസ്സിലായോ? സൗഖ്യ വിപ്ലവത്തിൻ്റെ ഭാഗമായി നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താലും മില്യനോ ബില്യനോ അല്ല, ട്രില്യനേഴ്സ് ആവാം. ആരാവാം? ട്രില്യനേഴ്സ് ആവാം. അപ്പോൾ ട്രെൻഡിനനുസരിച്ചുള്ള ബിസിനസ്സാണോ? ഈ വിപ്ലവത്തിൻ്റെ ഭാഗമാണോ നമ്മൾ? സോ നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ്. അതിൽ യാതൊരു സംശയമില്ല അല്ലേ? നമ്മുടെ ഒരു പ്രോഡക്റ്റാണോ ഉള്ളത്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. നെക്സ്റ്റ് ഡൈവേഴ്സിറ്റി യുവർ ബിസിനസ് സോഴ്സസ്. എന്താണ് ഡൈവേഴ്സിറ്റി? ബിസിനസ്, നിങ്ങൾ ബിസിനസ്സിനെ വളർത്തുന്നില്ലേ? ഇപ്പോൾ ഞാൻ വന്നു, അക്ഷയ് വന്നു, താഴെ വേറെ വന്നു അല്ലേ? ഇതെല്ലാം എന്താണ്? ബിസിനസ്സാണ്. എനിക്ക് മേലെ ബുനാസ് ഉണ്ട് അല്ലേ? അതൊരു അവരുടെ ഇതാണ്, ഡൈവേഴ്സിറ്റി ചെയ്യുന്നതാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഡൈവേഴ്സിറ്റി യുവർ ബിസിനസ് സോഴ്സസ് എന്ന പോയിന്റ്സ് ഇതിൽ വരുന്നുണ്ടോ? നെക്സ്റ്റ് പോയിന്റ് അതാണ് ഇമ്പോർട്ടൻറ്റ്. ഹെൽപ്പ് അതർ ടു സക്സീഡ് ദെൻ യു സക്സീഡ്. ഹെൽപ്പ് അതേഴ്സ് ടു സക്സീഡ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദെൻ യു സക്സീഡ്. നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന് നിങ്ങളെ സക്സസ് ആക്കിയാൽ മാത്രമേ ഞാൻ സക്സസ് ആവത്തുള്ളൂ. എന്താണ് ഇത്? ഇങ്ങനെ ഒരു ബിസിനസ് അവസരം വേറെ എവിടെയില്ല. ഇപ്പോൾ ഞാൻ ചായക്കട നടത്തുകയാണെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്തൊരു ചായക്കട വന്നാൽ അവൻ നശിച്ചാലേ എനിക്ക് കച്ചവടം കിട്ടുകയുള്ളൂ. പക്ഷേ ഇവിടെ ഹെൽപ്പ് അതർ ടു സക്സീഡ്, നിങ്ങളെ സക്സസ് ആകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്താൽ മാത്രമേ എനിക്ക് സക്സസ് ആകാൻ പറ്റൂ. അപ്പോൾ ഈ 6 പോയിൻറ്റും മാച്ച് ചെയ്യുന്ന കമ്പനിയാണ് ഹെർബാ ലൈഫ്. സോ ഈ അവസരം നിസ്സാരമായിട്ടുള്ളൊരു അവസരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു അവസരത്തെ വളരെ സീരിയസ് ആയി ഏറ്റെടുക്കുക. ഇനി ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സക്സസ് ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോളോ അല്ലെങ്കിൽ വാട്സപ്പോ ചെയ്യുക. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.